ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യുവർ ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വീമിൻ കുക്കിന്റെ മിനി എഫിന്റെ ഫൈനൽ പാർട്ടാണ്. അങ്ങനെ ഒരു പരുവത്തിന് നമ്മൾ ഫൈനൽ പാർട്ടിൽ എത്തി. നിങ്ങൾ ഈ എപ്പിസോഡ് ഫുള്ള് കണ്ടിട്ട് സ്റ്റോറി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണം. കാരണം കുഞ്ഞുമോന്റെ കുഞ്ഞു ബുദ്ധി തോന്നിയതല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടേ. നിങ്ങൾ കമന്റ് ചെയ്താലല്ലേ എനിക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പൊ എല്ലാവരുടെയും കമന്റ് ഞാൻ പ്രതീക്ഷിക്കും. എല്ലാവരും ഒരു കമന്റ് ലൈക്കും ചെയ്തേക്കണം. ഈ മിനി എഫിന്റെ ഫൈനൽ എപ്പിസോഡാണിത്. ഇതിന്റെ ഒരു സെക്കൻഡ് സീസൺ ഇറക്കണം എന്ന് ചെറിയൊരു ഐഡിയയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോയല്ലോ. കഴിഞ്ഞ പാർട്ടില് നമ്മുടെ ടീക്കോക്ക് തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ്. അതിന്റെ സങ്കടത്തില് ജെകെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബാറിൽ വന്ന് വെള്ളമൊക്കെ അടിച്ച് റൂമിൽ ചെന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്ക്. തൊട്ടടുത്ത് തയാൻ കിടന്നുറങ്ങുന്നത്, അതും നേക്കഡായിട്ട്. എന്താണ് സംഭവിച്ചതെന്ന് ജെകെക്ക് ഒരു പിടുത്തമില്ല. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പോയി നോക്കിയാലോ. പാർട്ടിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ യോങ്കിനെയും ജിമിനെയാണ്. ജെകെനെ റൂമിലിട്ട് പൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ വരാന്തെ നടന്നു പോവാണ്. രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് യോങ്കിയുടെ റൂമിന്റെ ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ട് വരുമ്പോഴേക്കും യോങ്കി അവിടെ തന്നെ അങ്ങ് നിൽക്കും. ജിമിനാണെങ്കിൽ യോങ്കിയോട് എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നങ്ങ് പോവാണ്. ഇവനെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ വെറുതെ വിടുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമിനെ നോക്കി യോങ്കി അവിടെ തന്നെ നിൽക്കുകയാണ്. നേരെ തിരിഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ് യോങ്കിയുടെ റൂമിന്റെ. ജിമിനാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നിട്ട് അനക്കൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും യോങ്കിയുടെ റൂമിന്റെ വാതിൽക്ക് നിന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്നു. യോങ്കി എന്താ വരുന്നില്ലേ? വരുന്നടാ, ബാബാ എന്ത് ചെയ്യാൻ പോവാ? യോങ്കിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ അകത്തോട്ട് പോകും. ഇവൻ എന്തിനാ അകത്തോട്ട് കയറിയത്? ബാത്റൂമെല്ലാം പോകാനായിരിക്കും എന്നും പറഞ്ഞിട്ട് ജിമിനാണെങ്കിൽ പതുക്കെ നടന്ന് തിരിച്ചു വരിക. റിട്ടേൺ വരുമ്പോഴേക്കും ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുവാണ്. നേരെ റൂമിലോട്ട് കയറി നോക്കുമ്പോഴേക്കും യോങ്കിനെ അവിടെ ഒന്നും കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് ഇത് എവിടെ പോയി? ഇനി ബാത്റൂമിൽ പോയോ? എന്തായാലും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജിമിനാണെങ്കിൽ ബാത്റൂമിലോട്ട് തന്നെ നോക്കിയിരിക്കുന്ന കറക്റ്റ് സമയത്ത് നമ്മുടെ യോഗിയാണ് ഡോറിന്റെ പുറകെ പാത്ത് നിൽക്കുകയാണ്. നേരെ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും. ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് ജിമിൻ ഞെട്ടി തിരിഞ്ഞു നോക്കും. യോങ്കി എന്താ കാണിക്കുന്നത്? നീ എന്തിനാണ് ഡോർ ലോക്ക് ചെയ്തത്? ഞാൻ എന്തിനായിരിക്കും ഡോർ ലോക്ക് ചെയ്തത്? യോങ്കി ഡോർ ഓപ്പൺ ചെയ്യാൻ, എനിക്ക് വീട്ടിൽ പോകണം, പപ്പ കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജിമിൻ അടുത്ത് വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. യോങ്കി ആണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാതിരിക്കാൻ ലോക്കിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ്. യോങ്കി ഡോർ ഓപ്പൺ ചെയ്യും. യോങ്കി നീ എന്നെ കൊണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് കാറ് വരാൻ പറയാം. നീ വീട്ടിലോട്ട് വിളിച്ച് കാറ് വരാൻ പറയണ്ട. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം. അവിടെ എന്ത് സംസാരിക്കണം? നമ്മൾ ഇത്ര നേരം പറയുന്ന സംസാരിക്കണ്ടായിരുന്നു. അപ്പോഴൊന്നും പറയാത്ത എന്ത് കാര്യം നിനക്ക് ഇപ്പൊ പറയാനുള്ളത്? എന്ത് കാര്യമാണെന്നൊക്കെ ഞാൻ പറയാടാ. യോങ്കി ഓപ്പൺ ചെയ്യും. യോങ്കി പപ്പ ഇനിയും കണ്ടില്ലെങ്കിൽ പപ്പ പ്രശ്നം ഉണ്ടാക്കും. നീ ഡോർ ഓപ്പൺ ചെയ്തേ. യോങ്കി ആണെങ്കിൽ ഡോറിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് മേളിൽ ഇങ്ങനെ ലോക്കിൽ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുകയാണ്. ജിമിൻ ഡോർ ഓപ്പൺ ചെയ്യാതിരിക്കാൻ. ജിമിനാണെങ്കിൽ നേരെ യോങ്കിയുടെ ഫ്രണ്ട് വന്ന് ക്ലോസ് ആയിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ് ലോക്ക് താക്കാൻ വേണ്ടി നോക്കുകയാണ്. ഹൈറ്റിലായതുകൊണ്ട് ജിമിനാണെങ്കിൽ എത്തത്തില്ല. യോങ്കിയുടെ അത്ര ഹൈറ്റിലല്ല ജിമിനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. യോങ്കി ഓപ്പൺ ചെയ്യേ, യോങ്കി പ്ലീസ്, യോങ്കി ഓപ്പൺ ചെയ്യേ. ജിമിന, നീ ഇത്രയും ക്ലോസ് ആയിട്ട് വന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് നിന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ ഞാൻ ഓപ്പൺ ചെയ്യോ? നീ ദൂരെ നിന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോലും ഞാൻ ഓപ്പൺ ചെയ്തില്ല. അപ്പൊ പിന്നെ നീ എന്റെ ഇത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ? യോങ്കി പ്ലീസ്, യോങ്കി പപ്പ കുറച്ച് മുമ്പ് വിളിച്ചോളൂ, ഞാൻ 10 മിനിറ്റിനുള്ളിൽ വരുമെന്നാ പറഞ്ഞത്. അത് സാരമില്ല, ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ യോങ്കിയുടെ റൂമിലാണ്, നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അടിപൊളി, ബെസ്റ്റ് ഐഡിയ ആയിരിക്കും. യോങ്കിയുടെ റൂമിലാണ് എന്ന് പറഞ്ഞാൽ വേണേ പപ്പ തന്നെ വണ്ടി എടുത്തുകൊണ്ട് വരെ എന്നെ കൊണ്ടുപോകാം. ഫ്രണ്ട്സിന്റെ കൂടെ ബാറിലാന്ന് പറഞ്ഞപ്പോലും പപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ കൂടെ ആണ് എന്ന് അറിഞ്ഞാൽ മതി. അത്രയ്ക്ക് ഇഷ്ടമാണോ എന്റെ അമ്മാച്ചൻ എന്നോട്? യോങ്കി തമാശ ഒന്നും കളിക്കില്ലേ? നീ ഡോർ ഓപ്പൺ ചെയ്യും. തമാശയാ? ആരാടാ ജിമിനെ തമാശ കളിക്കുന്നത്? നീ എന്താടാ പറഞ്ഞത്? നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് വിളിച്ചാലോ? യോങ്കി, എനിക്കറിയാം നിന്റെ സ്വഭാവം സ്കൂളിൽ തൊട്ട് ഞാൻ അനുഭവിക്കുന്നില്ല. അനുഭവിക്കുന്നു. നീ ഇനി എത്ര നാൾ അനുഭവിക്കാൻ കിടക്കുന്നു? യോങ്കി പ്ലീസ് ഡോർ ഓപ്പൺ ചെയ്യും. യോങ്കി, നിനക്ക് ഇത് മാത്രമുള്ള ജിമിനെ പറയാൻ. എപ്പോഴും ഡോർ ഓപ്പൺ ചെയ്യും. പറയാനുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്നത് നീ ആയതുകൊണ്ട് എനിക്ക് നിന്നോട് ഇത് മാത്രമേ പറയാനുള്ളൂ. ഡോർ ഓപ്പൺ ചെയ്യും യോങ്കി പ്ലീസ്. ബാ, നമുക്ക് എന്നിട്ട് പോകാം വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമിനാണെങ്കിൽ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യോങ്കി എന്ത് ചെയ്യും? പതുക്കെ ജിമിനെ അങ്ങ് ഹക്ക് ചെയ്തിട്ട് അങ്ങ് അടുപ്പിച്ചിട്ട് അറിയും, ജിമിന സീരിയസ് ആയിട്ടാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പൊക്കിയെടുക്കുമ്പോഴേക്കും ജിമിനാണെങ്കിലും പേടിയാണ്. യോങ്കിയുടെ സ്വഭാവം അറിയാലോ. യോങ്കി വിട്ട്, യോങ്കി പ്ലീസ്, യോങ്കി വിട്ടേ, യോങ്കി ഇറക്കിയിട്ടേ എന്ന് പറഞ്ഞിട്ട് പുറത്തിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യോങ്കി നേരെ ജിമിനെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടിടും. അത് രണ്ടുപേർക്ക് കിടക്കാൻ പോലും പറ്റത്തില്ല. സിംഗിൾ ആയിട്ടുള്ള ഒരു ബെഡാണ്. ബെഡിൽ കൊണ്ടിട്ടിട്ട് നേരെ നമ്മുടെ ജിമിന്റെ പുറത്ത് കയറിക്കുമ്പോൾ ജിമിന് പേടിയാണ്. യോങ്കി നീ എന്താ ചെയ്യുന്നത്? നീ എന്തായി കാണിക്കുന്നത്? 2 മാസം കൂടെ ഉള്ള ഇനി കല്യാണത്തിന് നീ എന്തൊക്കെ
എന്തൊക്കെയാ കാണിക്കുന്നത്? യോങ്കി വിട് എന്ന് പറയും. യോങ്കിയാണ് നേരെ തിരിഞ്ഞിട്ട് നമ്മുടെ ജിമിന്റെ ഷൂസും സോക്സും എല്ലാം ഒരു താഴെ നേരെ തിരിഞ്ഞിട്ട് ജിമിന് ക്ലോസ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. യോങ്കി ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്നതനുസരിച്ച് ജിമിനാണെങ്കിൽ പേടി വന്നിട്ട് കൈയെടുത്ത് നേരെ നെഞ്ചിൽ വെച്ച് ബ്ലോക്ക് ചെയ്യും. യോങ്കി നീ എന്തായി കാണിക്കുന്നത്? എനിക്ക് കല്യാണത്തിന് 3 മാസം കൂടെ ഉള്ളു, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? ജിമിന, ഞാൻ തന്നെ ഒന്നും ചെയ്യത്തില്ലടാ. നിന്റെ പറച്ചിലേട്ടാ തോന്നും ഞാൻ തന്നെ ഏതാണ്ട് ചെയ്യാൻ വരുവാണെന്ന്. ഒന്നും ചെയ്യത്തില്ല. എന്താടാ ജിമിന, ഞാനൊന്നും ചെയ്യാതെ പോയാൽ നീ സങ്കടപ്പെടുമെന്ന് തോന്നുന്നു. യോങ്കി പ്ലീസ്, എനിക്ക് ഈ തമാശകളെ മാറിയില്ല. ഒന്നുമില്ലടാ, എനിക്ക് നിന്നെ കുറച്ച് ഹഗ് ചെയ്ത് കിടക്കണം. നമ്മൾ ഹഗ് ചെയ്ത് കിടന്നിട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. അതിനാണോ നീ എന്റെ മോളിൽ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ ഷൂ ഊരാൻ വേണ്ടി വന്നേടാ. നീ എന്ത് വിചാരിച്ച്? ഞാനൊന്നും വിചാരിച്ചൊന്നും ഇല്ല. ജിമിന ഡർട്ടി മൈൻഡ് അല്ലേ? യോങ്കി, ഞാനൊന്നും വിചാരിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഒരുമാതിരി കളിയാക്കിയിട്ട് യോങ്കി നേരെ കിടന്നിട്ട് നമ്മുടെ ജിമിനെ ഹഗ് ചെയ്തിട്ട് ജിമിനെ പൊക്കിയിട്ട് ജിമിന്റെ തലയെടുത്ത് പൊക്കിയിട്ട് യോങ്കിയുടെ നെഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് മുറുക്ക ഹഗ് ചെയ്ത് കിടക്കാണ്. ജിമിൻ ഇപ്പം സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുന്നത്, യോങ്കി നേരെ കിടക്കുന്നത് ഇങ്ങനെ ഹഗ് ചെയ്ത് കിടന്നിട്ട് പതുക്കെ ജിമിന്റെ തലയിലൊക്കെ ഇങ്ങനെ മുടി കൂടൊക്കെ ഇങ്ങനെ തലവിട്ട് പറയും. ജിമിന പറയൂങ്കി, ജിമിന പറയൂങ്കി, ജിമിന പറയൂങ്കി. എന്താ? അത് പിന്നെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണ്ട. എന്ത്? അത് പിന്നെ ഐ ലവ് യു ജിമിന. ഇത് കേൾക്കുമ്പോഴേക്കും ഷോക്കായിട്ട് ജിമിൻ ഇങ്ങനെ തല പൊക്കിയിട്ട് യോങ്കിനെ നോക്കും. കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് യോങ്കി അങ്ങനെ ലവ് യു എന്ന് പറയാറേ ഇല്ല. ഒരിക്കൽ പോലും ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. നേരെ വീട്ടിൽ വന്നിട്ട് പ്രപ്പോസൽ പറഞ്ഞിട്ട് അങ്ങ് എൻഗേജ്മെന്റ് നടത്തുകയാണ്. സ്കൂളിൽ തൊട്ട് ഇതുവരെ യോങ്കിക്ക് ഇഷ്ടമാണെന്ന് ജിമിനോട് പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുമ്പോഴേക്കും ജിമിൻ ഒരുമാതിരി ഷോക്കായിട്ട് യോങ്കിനെ നോക്കും. ജിമിന്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുവാണ്. ഇത് കാണുമ്പോഴേക്കും യോങ്കിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കണ്ണെല്ലാം തുടച്ചിട്ടറിയും. എന്താടാ, എന്തിനൊക്കെ അറിയുന്നത്? ഞാൻ നിന്റെ അടുത്ത് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ നീ ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. സോറിടാ യോങ്കി, ലവ് യു ടു യോങ്കി. എന്ത് പറ്റിയെന്ന് യോങ്കിക്ക്? അല്ലടാ, ഞാൻ ആലോചിക്കുമായിരുന്നു. നിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പോലും നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടില്ല, എന്നെ കല്യാണം കഴിക്കാൻ ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. നീ നേരിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വെഡിങ്ങിന്റെ കാര്യം പറയല്ലായിരുന്നു. അത് ശരിയാ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പം എന്ത് പറ്റി? അതിന് കല്യാണത്തിന് നീ എങ്ങനെ ചെറുക്കനെ ഇഷ്ടമെന്ന് പറഞ്ഞാലോ പള്ളി വെച്ച് ഞാൻ നണം കിടത്തില്ല. യോങ്കി എന്ന് പറഞ്ഞിട്ട് ജിമിൻ എന്ത് ചെയ്യും? നെഞ്ചത്തിട്ട് ഒരു ഇടി വെച്ച് കൊടുക്കും. എന്നിട്ട് പതുക്കെ വീണ്ടും നെഞ്ചത്തോട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ യോങ്കി മുറുക്കി ഇങ്ങനെ ആക്കിയിട്ട് പറയും, ജിമിന ഐ ലവ് യു സോ മച്ച്. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. സ്കൂളിൽ വെച്ച് ഫസ്റ്റ് നിന്നെ ജേക്കടോടെ കണ്ടില്ലേ, അപ്പൊ തന്നെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ചുമ്മാ നിന്നെ ഇളക്കാൻ വേണ്ടിയാണ് അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ വഴക്ക് പറയുന്നതും പിടിച്ച് കിസ് ചെയ്യുന്നതും ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുന്നതും. പക്ഷെ നീ അപ്പോഴൊന്നും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പിന്നെ ജേക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും ജിമിൻ തിരക്കി അങ്ങനെ എങ്ങനെ ജിമിൻ ഭയങ്കര പോസിറ്റീവ് ആകുന്നത് നീ അവരോട് മിണ്ടുന്നതിന് എന്നൊക്കെ പറയും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാടാ. അതാണ് നീ യോക്കയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഇനി യോക്കയിലെങ്ങാനും പോയി നിന്റെ മനസ്സങ്ങനെ മാറിയാലോ, അതുകൊണ്ടാ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ എൻഗേജ്മെന്റ് അങ്ങ് നടത്തിയത്. ഇനി വെഡിങ്ങിന് പള്ളി വന്നിട്ട് ഈ ചെറുക്കൻ എനിക്ക് ഇഷ്ടമല്ലാതൊന്നും പറയത്തില്ലല്ലോ അല്ല ജിമിനാന്ന് വെക്കും. ഇത് കേൾക്കുമ്പോഴേക്കും ജിമിച്ചേ യോങ്കി എന്ന് പറഞ്ഞിട്ട് യോങ്കിയുടെ നെഞ്ചത്തിട്ട് ഒരു ഇടി കൊടുക്കും. യോങ്കിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. യോങ്കിയാണെങ്കിൽ ചിരിച്ചോണ്ട് പതുക്കെ എഴുന്നേറ്റിട്ട് ജിമിനെ നേരെ കിടത്തും. ഇപ്പം ജിമിന്റെ ഫ്രണ്ടില് മുകളിലായിട്ട് യോങ്കി അങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരം ജിമിനെ നോക്കി നിന്നിട്ട് പറയും, ജിമിന എനിക്ക് നിന്റെ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? എന്തോ യോങ്കി? നീ ഒരിക്കൽ പോലും ആരടുത്തും ദേഷ്യപ്പെട്ടോ വഴക്കുണ്ടാക്കിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഈ സ്മൈലോടുകൂടി എല്ലാരെയും ഹെൽപ്പ് ചെയ്ത് ഒരു സത്യം പറയല നീ ഒരു മാലാഹയടാ, നീ ഒരു മാലാഹ. യോങ്കി എന്ത് പറ്റി? കുറച്ചല്ല ഇന്ന് അടിച്ചുള്ളൂ. ഭയങ്കര റൊമാൻസ് ആണല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ഫയർ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. ആടാ, നിനക്കാണ് എന്ത് ഭംഗിയെന്നറിയാവോ? നിന്റെ ഈ സ്മൈല്, നിന്റെ ഈ കണ്ണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ വിരലടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിക്കും. കുഞ്ഞു വിരല് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. യോങ്കി ഇതിപ്പോ നീ എന്നെ പൊക്കുവാണോ അതോ കളിയാക്കുവാണോ? ജിമിന എന്ന് പറഞ്ഞിട്ട് ജിമിന്റെ കൈ എടുത്തിട്ട് ചുമ്മാ അതിലങ്ങ് കിസ് ചെയ്യാണ്. ജിമിന, ഞാൻ ഒരിക്കൽ പോലും നിന്റെ അടുത്ത് ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിനക്കതിൽ സങ്കടമുണ്ടോ? ഇല്ല യോങ്കി, എനിക്കത് സങ്കടമില്ല. എനിക്കറിയാം നിനക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന്. പിന്നെ അത് പറഞ്ഞുകൊണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ. അപ്പൊ ഞാനിപ്പം ലവ് യു എന്ന് പറഞ്ഞപ്പം നീ എന്തിനൊക്കെ അറിഞ്ഞത്? നിന്റെ കണ്ണീന്നൊക്കെ എന്തിനാ വെള്ളം വന്നത്? അത് പിന്നെ ഞാൻ ഷോക്കായിപ്പോയി. നീ പെട്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ. ആദ്യമായിട്ട് ലവ് യു എന്ന് കേട്ടപ്പം എനിക്കൊരു ഹാപ്പി, അതുള്ളൂ. അങ്ങനെ. എന്നാ പറയട്ടെ. എന്ത് വീണ്ടും? പറ. ജിമിന, I love you so much. Will you marry me? എപ്പോഴേ? ഓക്കെ, ഐ ആം ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജിമിൻ ഭയങ്കര ക്യൂട്ടായിരിക്കും ചിരിക്കും. ജിമിൻ ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോഴേക്കും യോങ്കി ഭയങ്കര ഹാപ്പിയാണ്. ലവ് യു ജിമിന എന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് നമ്മുടെ ജിമിനെ കിസ് ചെയ്യും. യോങ്കി മാറും. എന്നെ കൊണ്ട് ആക്ക് യോങ്കി പ്ലീസ്, എനിക്ക് ഉറക്കം വരുന്നത്. ആക്കാടാ, ഒരു 10 മിനിറ്റ് ഹാക്കി കിടന്നിട്ട് കൊണ്ടാക്കാം. അതിന് മുമ്പ് നല്ലൊരു കിസ്
സുഖാടാ. ഇത് കേൾക്കുന്ന നമ്മുടെ ജിമിന് ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് പറയാം ശരി എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്നിട്ട് യോങ്കയുടെ കവിളിങ്ങനെ പിടിച്ചിട്ട് ജിമിൻ തന്നെ കിസ് ചെയ്യും. ഇത് കാണുമ്പോഴേക്കും യോങ്ക ഭയങ്കര ഷോക്കാണ്. ജിമിൻ കിസ് ചെയ്യുന്ന I love you, Yungi, I love you so much എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചിട്ട് ഹഗ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് നമുക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലോ? തയാങ് എന്ത് വരുവായിന്ന് പോയി നോക്കിയാലോ? നമ്മുടെ തയാങ് ആണെങ്കിൽ റൂമിൽ ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ജെക്കയുടെയും ജിമിന്റെയും കല്യാണമാണെന്നൊക്കെ ആലോചിച്ച് ചെറുക്കനാണെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. ജെക്കനെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും ജെക്കനെ പറഞ്ഞതിൽ ഇവന് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ജെക്കയുടെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞില്ല. അതൊക്കെ ഓർത്ത് ഇവൻ തന്നെ ഭയങ്കരമായിട്ട് സാഡായിട്ട് ഇങ്ങനെ കിടക്കുന്ന കറക്റ്റ് സമയത്ത് ഡോർ ഇങ്ങനെ കൊട്ടും. തയാങ് ആരാ? ജിനു. ഞാനാടാ, ഡോർ ഓപ്പൺ ചെയ്യും. ജിനു പ്ലീസ് ജിനു, ഞാൻ ഇത്ര നേരം കിടക്കട്ടെ, എനിക്ക് ഭയങ്കര തലവേന. ഡോർ ഓപ്പൺ ചെയ്യടാ ജിനു പ്ലീസ്. നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ ഡോർ ഓപ്പൺ ചെയ്തേ. എന്തിനാ ജിനു? ഡോർ ഓപ്പൺ ചെയ്യടാ. വരുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്ക നേരെ ചെന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ജിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. നേരെ റൂമിലോട്ട് കയറി വെള്ളോട്ട് ഇരുന്നിട്ട് പറയും തയാങ്ക് ഇങ്ങ് വാ, ഇടവന്നിരുന്നേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ ഫുള്ള് പറയും. അതായത് ജിമിനും യൂങ്കിയാണ് മാരേജ് ചെയ്യാൻ പോണത്. ജെക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ തയാങ്കിന് ഒരു ഫീലിങ്സ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം പറയും. ഇത് കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഭയങ്കര ഷോക്കാണ്. എന്ത്? ആടാ, എന്തിയെ? ജെക്കെ എന്തിയെ? ജെക്കെ അത് പിന്നെ എന്താടാ? ജെക്കെ ആയിട്ട് ഞാൻ വഴക്കുണ്ടാക്കി, അവനെ ഞാൻ പറഞ്ഞു വിട്ട്. എപ്പോ? നീ എന്നെ ടെറസിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടില്ലേ? അത് കഴിഞ്ഞ്. നല്ല കാര്യം. അവനവിടെ പോയി? അറിയത്തില്ല, എന്നെ കുറെ വട്ടം ഫോൺ വിളിച്ചാൽ ഞാൻ ഫോൺ എടുത്തില്ല. അടിപൊളി, എന്നാ അവനെ വിളിക്കുന്നേ. വേണ്ട ജിൻ, എന്തായാലും ജെക്ക് ഇപ്പൊ പാറിപ്പോയിരിക്കുമായിരിക്കും. എന്നെ ഹോസ്റ്റലിലോട്ടാക്കോ? പോണേ. നാളെ പോടാ. വേണ്ട, ജെക്കിന്ന് ഭയങ്കര സാറായിട്ട് വെള്ളം അടിച്ചിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ഞാൻ ദേഷ്യത്തിൽ കുറെ പറഞ്ഞു, എന്നെ ഹോസ്റ്റലിലോട്ടാക്കുവോ? ശരി ചെല്. അവൻ പാവുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ട് കാണും. നീ ഒരു കാര്യം ചെയ്യിച്ചു എന്നിട്ട് പറഞ്ഞ് പിണക്കൊക്കെ മാറ്റും. നീ ഇപ്പൊ ഹാപ്പിയല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ജെക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ശരി, ഇപ്പൊ അങ്ങനെയായോ? അവൻ ശരിക്കും ഇതൊക്കെ സത്യമായിരുന്നെങ്കിലോ? ഇല്ലല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് എന്റെ ജങ്കൊക്കെ പാവമാണ്. മതി, ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ ചെന്നിട്ട് അവിടെ ചെന്ന് റൊമാൻസ് ചെയ്താൽ മതി. നിന്റെ ഈ റൊമാൻസ് മുഖം കാണാനേ എനിക്ക് വയ്യ. ശരി ജിന്നെന്ന് പറഞ്ഞിട്ട് ജിന്നും തേങ്ങ കൂടെ നേരെ ഹോസ്റ്റലിൽ വരും. ഹോസ്റ്റലിൽ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും റൂമിൽ ആരുമില്ല. ഭയങ്കര ഇരുട്ട്. റൂം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അലമ്പായിട്ട് കിടക്കുന്ന തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട്. ജിന്ന് പറയും ശരി, നിനക്ക് പേടിയില്ലല്ലോ, നീ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ. കുഴപ്പമില്ല. ശരി താങ്ക്. നീ എല്ലാ കാര്യം അവനോട് പറ, ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ശരി എന്ന് പറഞ്ഞിട്ട് ജിന്നു അവിടെ നിന്ന് അങ്ങ് പോകും. തയങ്കണ റൂം മൊത്തത്തിൽ നോക്കിയിട്ട് എല്ലാം വൃത്തിയാക്കി അടുക്കിയൊക്കെ വെച്ചിട്ട് കുളിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഫ്രഷ് ആനായിട്ട് ബാത്റൂമിൽ കയറി കുളിച്ചോണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്താണ് നമ്മുടെ ജിമിനും ജെക്കയും യോങ്കിയും കൂടെ റൂമിലോട്ട് വരുന്നത്. ജെക്കയുടെ സൗണ്ട് കേൾക്കും തന്നെ തയങ്ക് പൈപ്പ് ഓഫ് ചെയ്യും. എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. ജെക്കയാണെങ്കിൽ ഭയങ്കര ഫിറ്റ് ആയിട്ടല്ലേ ബെഡിൽ കിടന്നിട്ട് തയങ്കിന്റെ പേരും പറഞ്ഞ് ചുമ്മാ പിച്ചുമ്പയൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ജിമിൻ, നീ ഒന്ന് അടങ്ങിയിരിക്കും ജെക്കെ പ്ലീസ്, നാളെ നേരം എടുക്കും നിന്റെ തയങ്കിന്റെ അടുത്ത് എല്ലാം സത്യം പറഞ്ഞു ഞാൻ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മുടെ ബാത്റൂമിൽ നിന്നിട്ട് തയാങ്ക് കേൾക്കുന്നുണ്ട്. തയാങ്കിന് ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. അവസാനം യോങ്കിയും ജിമിനും റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും തയാങ്ക് തലയും തോത്തി പതുക്കെ ഇറങ്ങി വന്നിട്ട് ഡോറിന്റെ വാതിക്കെ നിന്നിട്ട് ജെക്കേനെ ഇങ്ങനെ നോക്കുകയാണ്. ജെക്കെ ഈ സമയത്താണ് ചുമ്മാ പിച്ചുമ്പേയും പറയുന്നത്, തയാങ്ക ഐ ലവ് യു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ആദ്യമായിട്ട് കണ്ടില്ലേ, ആദ്യമായിട്ട് നീ സൈക്കിളിൽ പോകുന്നു, അതെല്ലാം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പിച്ചമ്പയെല്ലാം പറയുന്ന ഈ സമയത്താണ്. ഇത് കേൾക്കുമ്പോഴേക്കും തയങ്ങ് ചിരിച്ചോണ്ട് പതുക്കെ അടുത്ത് വന്നിട്ട് ജങ്ക ജങ്കുക്ക തയങ്ക നീ വന്നോ? അതോ എന്റെ സ്വപ്നമാണ് ഇതൊക്കെ? അങ്ങോട്ട് നീങ്ങിക്കിടക്കും തയങ്ക എന്ന് പറഞ്ഞിട്ട് ജെക്കാണ് നീങ്ങത്തില്ല. തയങ്ക ഒരു പരുവത്തിന് ജെക്കിനെ നീക്കിയിട്ട് അടുത്ത് വന്ന് കിടക്കുമ്പോഴേക്കും ജെക്കെ അങ്ങ് ഹഗ് ചെയ്യും. തയങ്ക ഐ ലവ് യുടാ, ഐ ലവ് യു സോ മച്ച്. അറിയാം. ഇപ്പഴാണടാ 5 വർഷമായിട്ട് എനിക്ക് എന്നെ ഇഷ്ടം. 5 വർഷമോ? 5 വർഷമായിട്ട്. 5 വർഷമായിട്ട് എന്നെ എങ്ങനെ അറിയാനാ? നമ്മൾ കോളേജിൽ നിന്നിട്ട് ഇപ്പൊ 3 വർഷമല്ലായാലും. അല്ലടാ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴെന്നറിയാം, +1 പഠിക്കുമ്പോ നീ സൈക്കിളിൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഞാൻ കണ്ടു. പക്ഷെ എന്റെ കൂടെയുള്ള ജിമിൻ കണ്ടില്ല. ഞങ്ങൾ നിന്നെ തപ്പി ഇനി പോകാനൊരു സ്കൂള് പോലും ബാക്കിയില്ല. എന്നിട്ട് നിന്നെ കണ്ടുപിടിച്ചില്ലടാ. ആ 2 വർഷം മൊത്തം ഞാൻ നിന്നെ തന്നെ തപ്പി നടന്നു. ഒരുപാട് തപ്പി നടന്നു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ്സിൽ പോകുമ്പോഴാണ് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഡേ. നീ കോളേജിൽ ചേരാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി നിന്റെ പുറകെ വന്നു. അന്നോട്ട് ഇന്ന് വരെ ഞാൻ നിന്റെ പുറകെ ഉണ്ടടാ. പക്ഷെ നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. ഓ ഇപ്പൊ അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കാതായി. സാരമില്ല എന്ന് പറഞ്ഞിട്ട് ജെക്ക് നടന്ന കാര്യങ്ങൾ ഫുള്ള് നമ്മുടെ തയാങ്കിനോട് പറയും. അന്ന് ക്രോസിൽ കണ്ടപ്പോ തൊട്ട് ഇന്ന് ബാറ് വെച്ച് നടന്ന കാര്യങ്ങൾ വരെ മൊത്തവും കാര്യങ്ങളും പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും തയാങ്കിനൊരു സങ്കടമുണ്ട്. ഞാൻ ഒരിക്കൽ പോലും ജങ്കൊക്കെ എന്നെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. എപ്പോഴും ഇഷ്ടമല്ല എന്നാണല്ലോ ഞാൻ ചിന്തിച്ചത് എന്ന് ഓർത്തിട്ട് ഇവനും ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ജെക്കാണെങ്കിൽ വർത്താനം തുടങ്ങിയിട്ട് നിർത്തുന്നേ ഇല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഞാൻ നിന്നെ ക്രോസ് വെച്ച് കണ്ടെന്ന് പറഞ്ഞ് പിന്നെയും ബാറിന്റെ ഉടമമായിട്ടുള്ള കാര്യം പറയും. ശരി ജങ്കുക്ക, പിന്നെയും കറങ്ങി തിരിഞ്ഞിട്ട് ഞാൻ നിന്നെ ക്രോസ് വെച്ച് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തയാങ്കിന് ഒരുമാതിരി ദേഷ്യമാവും. ജെക്കെ കള്ളൊടിച്ച് പിന്നെ നിർത്തത്തേ ഇല്ലല്ലോ. ജങ്കുക്കാന്ന് പറഞ്ഞ് ഉണർത്താൻ ശ്രമിക്കുമ്പോഴേക്കും ജെക്ക് എന്ത് ചെയ്യും മൊത്തം ശർദിച്ച് തയാങ്കിന്റെയും ജെക്കയുടെയും ബെഡിലും എല്ലായിട്ട് മൊത്തം ശർദിച്ചിടും. ഇത് കാണുമ്പോഴേക്കും തയാങ്കിനാണെങ്കിൽ ചിരി വരും. ജങ്ക എന്തീ കാണിച്ച, എഴുന്നേക്ക്. ആരാ? യോങ്കിയ ഒന്നും അല്ല, ഞാൻ തയാങ്ക, എഴുന്നേക്ക്. തയാങ്കി എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് തയാങ്കി. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്ന എന്നെ ആദ്യമായിട്ട് കാണുന്നത് ക്രോസ് വെച്ച്. ജിമിനുമായിട്ട് എന്നെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്നെ കോളേജിന്റെ വാതിൽക്ക് വെച്ച് എന്നെ കണ്ട്. അതുകൊണ്ട് ഈ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് എന്റെ പുറകെ നടന്ന് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇതല്ലേ പറയാൻ പറ്റുന്നത്? ഇതൊക്കെ ഇപ്പൊ നിനക്ക് അറിയാവോ? ആര് പറഞ്ഞടാ ഇതൊക്കെ? അയ്യോ, അതൊക്കെ ഞാൻ അറിഞ്ഞു. വാ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഷർട്ടും പാൻറ്റും എല്ലാം ഒരു ടവലെടുത്ത് കെട്ടിട്ട് ഷവറിന്റെ മുന്നേ നിർത്തിയിരിക്കുകയാണ്. വെള്ളം വീഴുന്നതനുസരിച്ച് ജെക്കൊക്കെയാണെങ്കിൽ ഒരുമാതിരിയാണ്. തണുക്കുന്ന യോങ്കി അല്ല തയാങ്ക്. വെള്ളം തല വീണിട്ടൊന്നും ജെക്കൊക്കെ ഒരു ബോധവും തെളിയത്തില്ല. ഒരുമാതിരി പിടിച്ച് കുളിപ്പിച്ചെല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പുറത്ത് നമ്മുടെ തയാങ്കിന്റെ ബെഡിൽ കൊണ്ട് കിടത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ പൊതിച്ചിട്ട് നേരെ തയാങ്ക് ചെന്ന് കുളിച്ചിട്ട് ടവലൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ജെക്ക് എന്ത് ചെയ്യും? തയാങ്കിന്റെ കൈ പിടിച്ച് വലിക്കും. തയാങ്ക വാടാ എന്റെ കൂടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് തയാങ്കിനെ പിടിച്ച് ഹഗ് ചെയ്ത് കിടക്കും. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് ജെക്കാണ് ഇതെല്ലാം ഷോക്കായിട്ട് ആലോചിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നടന്നത്. തയാങ്ക് ഇതെപ്പോ വന്നു എന്നും പറഞ്ഞിട്ട് തയാങ്കിനെ ഇങ്ങനെ നോക്കുമ്പോ തയാങ്ക് പതുക്കെ കണ്ണുറങ്ങും. തയാങ്ക് നീ എപ്പോ വന്നു? എന്താ ജങ്ക നൈറ്റ് ഒന്നും നടന്ന ഓർമ്മയില്ല? അത് പിന്നെ ഇല്ല, ഓർമ്മയില്ല. ജെക്കൊക്കെ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. പിന്നെ തയാങ്ക് ചോദിക്കുമ്പോൾ ഒരുമാതിരി നാണായിട്ട് പറയും എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും തയാങ്കിന് ഒരുമാതിരി ദേഷ്യമാണ്. ഓർമ്മയില്ല, അന്നൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞങ്ങ് എടുത്തിട്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും ജെക്കൊക്കെ ഒരുമാതിരി ഇവനോട് സത്യം എല്ലാം പറയണ്ടേ, എങ്ങനെ പറയൂന്ന് വെച്ചിട്ട് അത് പിന്നെ തയാങ്ക തിരിഞ്ഞ ഇങ്ങോട്ടും വീട് ജങ്ക തിരിയടാ എന്താ എന്ന് പറഞ്ഞിട്ട് പതുക്കെ തയാങ്ക മുഖം മാത്രം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നോക്കും. ജെക്കൊക്കെയാണെങ്കിൽ ഒരുമാതിരി പേടിയായിട്ട് അത് പിന്നെ തയാങ്ക ജിമിൻ എന്ന് പറയാൻ വരുമ്പോഴേക്കും തയാങ്ക എന്ത് ചെയ്യും? ജെക്കനെ പിടിച്ച് വലിച്ച് അങ്ങ് കിസ് ചെയ്യും. തയാങ്ക കിസ് ചെയ്ത ജെക്ക് ഒരുമാതിരി ഷോക്കായിട്ട് ഇങ്ങനെ തയാങ്കിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ജങ്ക വേണ്ട, ജങ്ക ഒന്നും പറയണ്ട. എന്താ പറയാൻ വരുന്നത്? ജിമിൻ ബെസ്റ്റ് ഫ്രണ്ടാണ്, യോങ്കിയുടെ വൈഫാണ്. 3 മാസം കഴിയുമ്പോൾ അവരുടെ കല്യാണമാണ്. അതല്ലേ, പിന്നെന്താ പറയാനുള്ള? അത് പിന്നെ അതല്ല തയാങ്ക് നിർത്ത്. പിന്നെ അതിനെക്കാട്ടും വെള്ളം എന്താണ്, എൻ്റെ ജങ്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. +2 പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ക്രോസ് വെച്ച് എന്നെ കണ്ട് ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി 2 വർഷം തപ്പിടന്ന് കണ്ടില്ല. പിന്നെ യുകെക്ക് പോകാനിരുന്ന് അന്ന് കോളേജിൽ ചേരാമെന്ന് എന്നെ കണ്ടുകൊണ്ട് ഈ കോളേജിൽ വന്ന് ചേർന്നു. എന്നിട്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ജിമിൻ തിരിച്ച് യുകെന്ന് വന്നപ്പോഴേക്കും എന്നെ സെറ്റാക്കാൻ വേണ്ടി ഒരു നാടകം നടത്തി. അത്രയല്ലേ ഉള്ളൂ. ആ നാടകം മനസ്സിലാക്കാത്ത മന്ദബുദ്ധിയായി ഞാൻ എന്റെ ജെക്കനെ ഒരുപാട് സങ്കടപ്പെടുത്തി. ഇതല്ലേ പറയാൻ വരുന്നത്, ഇത്രയല്ലേ ഉള്ളൂ. തയാങ്ക് ഇങ്ങനെ ഇതൊക്കെ കൂളായിട്ട് ഭയങ്കര സ്നേഹമായിട്ട് ഹഗ് ചെയ്ത് പറയുന്നേക്കുമ്പോഴേക്കും ജെക്കയ്ക്ക് ഭയങ്കര ഷോക്കാണ്. അത് പിന്നെ തയാങ്ക് ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്നോ? ഇന്നലെ രാത്രി 1000 തവണ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 2 ഇടി വെച്ച് കൊടുക്കും. ഇടിക്കാതടാ. പിന്നെ എത്ര വട്ടം പറഞ്ഞെന്നറിയാവോ? അയ്യോ, അതും ഇതെല്ലാം പറഞ്ഞിട്ട് യോങ്കിന്ന് വിളിക്കും. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. നിനക്കപ്പോൾ ജിമിനോട് മാത്രമല്ല പൊസസീവ്. ഇത് പൊസസീവ് ഒന്നുമല്ല. ജങ്കുക്ക ഞാനാ തയാങ്കാന്ന് പറഞ്ഞിട്ട് കാര്യമെല്ലാം പറഞ്ഞിട്ട് യോങ്കി എന്ന് വിളിക്കും. എനിക്കാണെങ്കിൽ ദേഷ്യം വന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാലോ എന്ന് ഞാൻ ഓർത്തേ. പിന്നെ വിചാരിച്ച് വേണ്ട, നമ്മൾ തമ്മിൽ പിണക്കൊക്കെ അല്ലേ, അതൊക്കെ മാറട്ടെ. അപ്പം നമ്മൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയോ? എപ്പോഴേ മാറി? കുറച്ച് മുമ്പ് മനസ്സിലായില്ലേ പിണക്കം മാറിയെന്ന്? നിന്റെ പിണക്കം മാറിക്കാണും, പക്ഷെ എന്റെ പിണക്കം മാറിയില്ലല്ലോ തയാങ്ക്. എന്ത്
പിന്നെ നിന്റെ പിണക്കം മാത്രം മാറിയാൽ മതിയോ? എൻ്റെ പിണക്കം മാറ്റണ്ടേ? എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്കാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുവാണ്. ഭയങ്കര പേടി വന്നിട്ട് ജങ്കൊക്കെ എന്ത് ചെയ്യാൻ പോവാം? എന്ത് ചെയ്യണം? നീ തന്നെ പറ, എന്ത് ചെയ്യണം? എവിടെ നിന്ന് തുടങ്ങണം? രാവിലെ ബെഡ്ഷീറ്റ് മാറ്റി നിന്നെ ഇങ്ങനെ ഹാഫ് നേക്കഡായിട്ട് കണ്ടപ്പോഴേക്കും ഞാനൊന്ന് ഷോക്കായിരുന്നു. അയ്യോ, രാത്രി ഇനി വല്ല ക്രിസ്മസ് നടന്നോന്ന്. ജങ്കുക്ക, എന്താടാ? ഒരുപാട് നാളായിട്ട് നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം ഇപ്പൊ പറയട്ടെ. എന്ത്? എന്തോ ആയിരിക്കും. പറ. എനിക്കറിയത്തില്ല. ഓ, നിനക്കറിയത്തില്ലേ? ഇല്ല, എനിക്കറിയത്തില്ല. എനിക്കെങ്ങനെ അറിയാനാ ജങ്കുയുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന്? ഓ, ഓക്കെ, ശരി. എന്നാ ഞാൻ തന്നെ പറയട്ടെ. പറ. തയാങ്കി, ഐ ലവ് യു സോ മച്ച്. എനിക്കറിയായിരുന്നു. എന്ത്? അല്ല, ഇതാ പറയാൻ വരുന്നതെന്ന്. ഓ, അപ്പൊ പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞതോ? അത് ഞാൻ ചുമ്മാ ജങ്ക പറയാൻ വേണ്ടി. ഓ, അങ്ങനെ റൊമാൻസ്? റൊമാൻസ് ഒന്നുമല്ല, ചുമ്മാ ഒരാഗ്രഹം കേൾക്കാൻ. ഇപ്പൊ കേട്ടല്ലോ, ഇനി റിപ്ലൈ പറയുന്നില്ലേ? എനിക്ക് ഓൾറെഡി ആളുണ്ട്. എന്ത്? ഓൾറെഡി ആളുണ്ടോ? കുറച്ച് നാൾക്ക് മുമ്പാ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ നിന്റെ പ്രൊഫസറാണോ എന്ന്. പക്ഷെ ഇപ്പൊ ബ്രദറാന്ന് അറിഞ്ഞില്ലേ, ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നിനക്ക് വേറെ ആരാ ഉള്ളത്? ജാക്സനാ? ഇത് കേട്ടത് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ജെക്കനെ മുറുക്കാക്കി ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് പറയും. അത് പിന്നെ അല്ല, വേറെ ഒരു തെമ്മടിച്ചൊക്കെ. അതായത് ഒരു 4-5 വർഷമായിട്ട് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. അത് തുറന്നു പറയാൻ പറ്റാഞ്ഞിട്ട് ഫ്രണ്ടിനെ വെച്ച് ഒരു ഡ്രാമയൊക്കെ നടത്തി. അതാണ് ആ ഡ്രാമ ഞാൻ കയ്യോടെ പിടിച്ച് എന്നിട്ട് അയാളോട്ട് ഞാൻ വഴക്കുണ്ടാക്കി ആ ഹേറ്റ് യു എന്ന് പറഞ്ഞ് കള്ള് ഓടിച്ച് ബോധമില്ലാതെ റൂമിൽ വന്ന് പിച്ചും പേയും പറയുന്ന ഒരാളുണ്ട്. അയാളാണ് എനിക്കിഷ്ടം. തയാങ്കി ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് പറയുന്ന നിൽക്കുമ്പോഴേക്കും ജെക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ച് മുറുക്ക അങ്ങോട്ട് ഹഗ് ചെയ്യും. ഓ, അങ്ങനെ. നീ അയാളോട് പറഞ്ഞോ നിനക്ക് ഇഷ്ടമാണെന്ന്? ഇല്ല, പറഞ്ഞില്ല, പറയണം. എന്നാ പറഞ്ഞോടെ. ഇപ്പൊ പറയുവാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് വല്ല ഗിഫ്റ്റ് കിട്ടിയാലോ? ഇപ്പൊ പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടുമോ? കിട്ടും. നീ പ്രതീക്ഷിക്കാത്ത നല്ലൊരു കണക്കം ഗിഫ്റ്റ് കിട്ടും. ഞാൻ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓ, അപ്പൊ നീ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിലെന്താ തെറ്റ്? നമുക്ക് ഇഷ്ടമുള്ള ആളിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാമല്ലോ. ഓ, അങ്ങനെ നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് പറ അയാളോട്. അയാള് പെട്ടെന്ന് പറയട്ടെ ഗിഫ്റ്റ്. പെട്ടെന്ന് പറയട്ടെ. പറയട്ടെ. പറയടാ. ജങ്കുക്ക പറയടാ ദയങ്ക, പറ. അത് പിന്നെ പോരട്ടെ. അത് പിന്നെ I love you so much. ഇതൊന്ന് കേൾക്കാനായിട്ട് ഒരു 5 വർഷം ഞാൻ കാത്തിരുന്നു. എന്നിട്ട് എപ്പോഴാണ് നീ പറയുന്നത്? അത് 5 വർഷം കാത്തിരുന്നെന്ന് ഞാനങ്ങനെ അറിയാനാ? അപ്പം നീ ഇന്നു മുതൽ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഗിഫ്റ്റ് വേണ്ടേ? വേണമല്ലോ. നീ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആട്ടെ. പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് കിട്ടിയിട്ട് എന്ത് കാര്യം ചുമക്ക? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്. ഓ, അപ്പം നീ ഏത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് സാരം അല്ലേ? എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെക്ക് പതുക്കെ അടുത്ത് വന്ന് നമ്മുടെ താങ്കിനെ കിസ് ചെയ്യും. ജങ്കുക്ക. എന്നിട്ട് ജെക്ക് എന്ത് ചെയ്യും? താങ്കിന്റെ മേത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് വലിച്ചെറിയും. എന്നിട്ട് താങ്കിന് നേരെ മോള് വന്ന് ഇരുന്നിട്ട് പറയും, ആരംഭിക്കലാമാ? അത് പിന്നെ ജങ്കുക്ക, ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ തോന്നില്ലേ? ഫാസ്റ്റാ? അത് നിനക്കാ, എനിക്കില്ല. 5 വർഷമായിട്ട് കാത്തിരിക്കുകയല്ലേ ഞാൻ. പിന്നെ എനിക്കെങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നു? എന്നാലും പിന്നെ ജങ്ക, എനിക്ക് പേടിയാ. വേണ്ട ജങ്ക. പേടിയാണോ? ഇങ്ങോട്ട് വേടാ എന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ച് കിസ് ചെയ്യും. ജങ്കുക്ക വേണ്ട ജങ്ക പറഞ്ഞിട്ട് താങ്കിനെ ഭയങ്കര ഫോഴ്സായിട്ട് കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. താങ്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പക്ഷെ ജെക്കിന്ന് വിടുന്ന ഒരു ലക്ഷണമില്ല. ജങ്കുക്ക വീട്, ജങ്കുക്ക. എന്താടാ? ജങ്ക പ്ലീസ് ജങ്കുക്ക. ഇല്ലടാ, ഒന്നില്ല ബേബി, ഒന്നില്ല.
ജഗ്ഗുക്ക ജഗ്ഗുക്ക. ഒന്നുമില്ലടാ ഡാ ഒന്നുമില്ല. ഇപ്പൊ കഴിയും ജഗ്ഗുക്ക ജഗ്ഗുക്ക. I love you. I love you so much, Tayangi. I love you so much. Jagga, 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 Jagga. I love you. I love you, Jagga. I love you. I love you, Jagga, 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 Jagga എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുട്ടുമുറിയിൽ ഒരു ബെഡിൽ നിന്ന് ഒരു ചെറുക്കൻ ചാടി എന്നിട്ട് അവൻ ചുറ്റിനും നോക്കാണ്. ഫുൾ ഇരുട്ട്. ജങ്ക 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 പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തി ഇങ്ങനെ അലറുവാണ്. ഇവന്റെ ഇങ്ങനെ ഒച്ച കേട്ടിട്ട് പെട്ടെന്ന് തന്നെ റൂമിന്റെ ഡോറ് വന്നിട്ട് ആരോ തുറന്നിട്ട് ലൈറ്റ് ഇടുമ്പോഴേക്കും വന്നത് വേറെ ആരോ അല്ല, നമ്മുടെ ജിന്നാണ്. ജിന്ന് നോക്കുമ്പോഴേക്കും തയാങ്ക് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. ലൈറ്റ് ഇട്ടത് റൂം മൊത്തത്തിൽ വെട്ടടിക്കുമ്പോഴേക്കും തയാങ്കിന് ഷോക്കാണ്. തയാങ്ക് ചുറ്റിനും നോക്കുമ്പോഴേക്കും തയാങ്ക് കണ്ടിട്ടുള്ള ഒരു റൂമേ അല്ല, വേറൊരു മോഡൽ റൂം. ഇതെല്ലാം കണ്ട് ഇവൻ ഷോക്കായിട്ട് ജങ്കുക്ക ജിനു ജങ്കുക്കയ്ക്ക് ജിമിനെ അല്ല എന്നെയാണ് ഇഷ്ടം, എന്നെ മാത്രമാണ് ഇഷ്ടം. ഏയ് തയാങ്ക്, നിനക്ക് എന്ത് പറ്റി? ജങ്കുക്കേ ആരാത്? അത് കോളേജിലെ അത് പിന്നെ. ഏയ് കൂൾ ഡൗൺ. എന്ത് പറ്റി? മമ്മി എന്താ മോനെ ജിനു? എന്താ ഇവൻ എന്തിനാ കരയുന്നത്? അറിയില്ല മമ്മി, അവനെന്തോ സ്വപ്നം കണ്ടതാ. മമ്മി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ജിന്ന് നേരെ നടന്നു വന്ന് നമ്മുടെ തയാങ്കിന്റെ അടുത്ത് നിൽക്കും. തയാങ്ക എന്ത് പറ്റി എനിക്ക്? അത് പിന്നെ ജങ്കുക്കയും യോങ്കിയാ? ആരാടാ ഇതൊക്കെ? അത് പിന്നെ കോളേജാ? ഏത് കോളേജ്? കോളേജ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എനിക്ക് എന്ത് പറ്റി തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നത്? ഇതെന്താ ഞാൻ ഉറക്കം ഉണർന്നപ്പോഴേക്ക് റൂമൊക്കെ വേറെ സ്റ്റൈല്. നിനക്കിത് എന്ത് പറ്റിടാ? ഇത് നിന്റെ റൂമല്ലേ? അത് പിന്നെ ജിനു, നീ പഠിപ്പിക്കുന്ന കോളേജിൽ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന ജങ്കുക്കയും യോങ്കിയും. നീ ഏത് കോളേജ്? നീ നാളെ കോളേജിൽ ചേരാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്ത്? ആടാ പൊട്ടാ, നിനക്ക് എന്ത് പറ്റി? നീ കോളേജിലെ കാര്യങ്ങൾ ഓർത്തോർത്തിരുന്നായിരിക്കും. നീ വല്ല സ്വപ്നവും കണ്ടായിരിക്കും. എന്ത് സ്വപ്നമോ? എന്റെ ജങ്കുക്ക. അത് പിന്നെ ജിനു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാണ്. അതെ, ഇത്രയും നടന്ന കാര്യമെന്ന് പറയുന്ന ഫുള്ള് തയാങ്ക് സ്വപ്നം കണ്ടാണ്. ജെക്കെ എന്ന് പറയുന്ന ഒരാളെ പോലും തയാങ്ക് നേരിട്ട് കണ്ടിട്ടില്ല. ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന കറക്റ്റ് സമയത്ത് അമ്മ ഭയങ്കര ടെൻഷനായിട്ട് വെള്ളം എടുത്തോണ്ട്, തയാങ്ക എന്ത് പറ്റി മോനെ? എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത് എന്ന് പറഞ്ഞിട്ട്, എന്നാ വെള്ളം കുടി മോനെ, വെള്ളം കുടി എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് ജഗ് അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് വന്ന് ഹക്കി. എന്ത് പറ്റി മോനെ? എന്ത് പറ്റി? അത് പിന്നെ മമ്മി, ഞാനൊരു ഗേയാ മമ്മി, ഞാനൊരു ചെറുക്കനെ മമ്മി സ്നേഹിക്കുന്ന. മമ്മി എന്നെ വെറുക്കോ? എടാ പൊട്ടാ എന്ന് പറഞ്ഞിട്ട് ജിന്ന് തലക്കിട്ട് ഒറ്റ അടിയാണ്. നീ ചുമ്മാ ഉള്ള സ്വപ്നം എല്ലാം കൂടെ കണ്ടിട്ട് പിച്ചും പേയും കിടത്ത് പറയരുത് നീ എവിടുത്തെ ഗേ ആണെന്ന്. നീ എന്താ സ്വപ്നം കണ്ടേടാ നീ ഏതോ ഒരു ചെറുക്കനായിട്ട് റിലേഷൻഷിപ്പിലാകുന്നത്? പക്ഷേ എന്റെ പൊന്നെ, ഇവന്റെ ഒരു കാര്യം. അത് പിന്നെ ജിനു, ഇതൊക്കെ സ്വപ്നമാണ്. എന്റെ ജീവിതത്തിൽ റിയൽ ആയിട്ട് നടന്നതുപോലെ. റിയൽ ആയിട്ട് നടന്ന് ഒന്ന് പോടാ നേച്ച്. നീ എന്തോ സ്വപ്നം കണ്ട? അത് പിന്നെ മമ്മി, ഞാൻ കോളേജ് ഞാൻ പഠിക്കാൻ ചെല്ലുമ്പം എൻ്റെ ക്ലാസ്സിൽ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്, അതിലൊരു ചെറുക്കനുമായിട്ട് എനിക്ക് ഫീലിങ്സ്. നമ്മുടെ ജിന്നു കൂടി കോളേജിൽ പ്രൊഫസറായിട്ട് വരും. പ്രൊഫസറാ? നിനക്കെന്താ തലയ്ക്കൊരു വട്ടുണ്ടോ? ഞാൻ കോളേജിൽ 3rd ഇയർ ആയതേ ഉള്ളൂ. നീ അവിടെ ഫസ്റ്റ് ഇയർ ചേരാൻ പോവാണ്. അതും സപ്ലൈ ഉള്ള ഞാനെങ്ങനെയാണ് പ്രൊഫസർ ആവുന്നത്? അത് പിന്നെ എനിക്കറിയില്ല. എടാ, നീ ഇതൊക്കെ സ്വപ്നം കണ്ടെയാണ്. പിന്നെ ജങ്കുക്ക യോങ്കി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയത്ത് പോലുമില്ല. അപ്പൊ സ്വപ്നമായിരുന്നോ? ആടാ, സ്വപ്നമാണെങ്കിലും ചെറുക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? പോ ജിനു, പറയടാ, സ്വപ്നത്തിൽ ചെറുക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരനായിരുന്നു. നിന്റെ വിളി കേട്ടപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി. ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന കറക്റ്റ് സമയത്താണ് നീ റൂമിൽ നിന്ന് കല്ലാൻ അലറിയത്. അതുകൊണ്ട് ഞാൻ വന്നു. അല്ലെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ജങ്കുക്കാനെയും തപ്പി ഇവിടെ എല്ലാം നടന്നേനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിന്നാണെങ്കിൽ തയങ്കിനെ ഭയങ്കരമായിട്ട് കളിയാക്കാണ്. തയങ്കിനാണെങ്കിൽ ഒരുമാതിരി ഷോക്കാണ്. എന്താണ് റിയൽ നടന്നത്? ഇതൊക്കെ സ്വപ്നമാണോ? എന്താണ് നമ്മുടെ ജീവിതം? ഒന്നും അറിയാതെ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. അത് പിന്നെ മമ്മി, ജിനു, നിങ്ങൾ പൊക്കോ, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് ഉറക്കം വരുന്നു. കിടന്നുറങ്ങ, ചുമ്മാ സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ. നാളെ കോളേജിൽ പോയി ചേരേണ്ട ദിവസം. ശരി ജിനു.
കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മിയും ജിനും കൂടെ നേരെ റൂം ചാരിയിട്ട് അങ്ങ് പോകും. കുറച്ചും കൂടെ നടന്നിട്ട് ജിന്ന് തിരിച്ചു കണ്ട് ഡോറ് വന്നിട്ട്, അത് പിന്നെ ഡോറ് ക്ലോസ് ചെയ്യണ്ട, ഇനിയും ശബ്ദം കേട്ടാ എനിക്ക് വരണ്ടേ, ചെപ്പോടാ എന്ന് പറഞ്ഞിട്ട് തയാങ്കാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞു വിടും. ജിനു അങ്ങ് ഡോറ് ചാരിയിട്ട് അങ്ങ് പോകും. തയാങ്കിനാണ് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നേരെ ബെഡിലോട്ട് കിടക്കും. അന്ന് രാത്രി അവൻ ഉറങ്ങാനേ പറ്റത്തില്ല. മനസ്സ് മുഴുവനും ജെയ്ക്കയുടെ മോഹമാണ്. ആരായിരിക്കും അത്? ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്വപ്നമായിരുന്നു, റിയൽ ആയിട്ട് എൻ്റെ ഒരു ജീവിതം മുഴുവൻ നടന്ന പോലെ ഉണ്ടല്ലോ. അതാരായിരിക്കും? കോളേജ് നാളെ കണ്ടുപിടിക്കാം. നാളെയല്ലേ ഞാൻ കോളേജിൽ ചേരാൻ പോകുന്നു. സ്വപ്നം വെച്ച് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ജെയ്ക്ക് നാളെ കോളേജ് വരും. ഉറപ്പായിട്ടും കോളേജ് വന്ന് ചേരും. എല്ലാ കാര്യങ്ങളും നടക്കുമായിരിക്കും അല്ലേ? എന്നെ സിഗ്നൽ വെച്ച് കണ്ടു കാണുമോ? എന്നെ ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടായിരിക്കോ? അതോ ഇതൊക്കെ വെറും സ്വപ്നമാണോ? അങ്ങനെ ഒരാള് കാണോ? ഇനി സ്വപ്നത്തിൽ അവൻ എന്നെ തേടി നടന്ന പോലെ ഞാൻ ഇനി റിയൽ ലൈഫിൽ അവനെ തപ്പി നടക്കണം. എന്തൊക്കെയാ നടക്കുന്നത്? അയ്യോ, നാളെ ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. നാളെ നേരം വെളുത്തതും കോളേജിൽ പോണം, ഹോസ്റ്റലിൽ ചേരണം, ജേക്കനെ കണ്ടുപിടിക്കണം. എന്തൊക്കെ പണിയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് തയാങ്കാണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ കിടക്കുവാണ്. അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് അവൻ ഉറങ്ങാനേ പറ്റുന്നില്ല. ഇതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നത്. അങ്ങനെ ടൈം സ്കിപ്പായി വെളുപ്പിനായി നമ്മുടെ തയാങ്കാണ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. രാവിലെ ചാടി എണീറ്റ് കുളിച്ചൊരുങ്ങി കോളേജിൽ പോയിട്ട് താഴെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. മമ്മി ഫുഡ് കൊണ്ടുപോവാ, എനിക്ക് കോളേജിൽ പോണം. ഇവന്റെ ഈ അലർച്ച കേട്ടിട്ട് ജിന്നാണെങ്കിൽ റെഡി ആയിട്ട് താഴോട്ട് വരുവാണ്, ഭയങ്കര ഷോക്കായിട്ട്. ഇവനിതെന്ത് പറ്റി? ഇന്നലെ രാത്രി ഡിന്നർ കഴിച്ചപ്പോൾ പോലും ഞാൻ കോളേജിൽ പോകുന്നില്ല, എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവനാണല്ലോ. ഇവനിപ്പോ ഇന്ന് രാവിലെ എന്ത് പറ്റി? അത് ഇത്ര നേരത്തെ എഴുന്നേറ്റ് കോളേജിൽ പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഇന്നലത്തെ സ്വപ്നാണെന്ന് തോന്നുന്നു. ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജിന്ന് നേരെ വന്നിട്ട് തയങ്ങിന്റെ അടുത്തേക്കും. എന്താണ് സഹോദര, രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ. കോളേജിൽ നിന്ന് ചേരാൻ പോണ്ടേ? പോണം, പക്ഷേ ഇന്നലെ രാത്രി വരെ ചേരാൻ പോകുന്നില്ല, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇന്ന് രാവിലെ എന്താ ഭയങ്കര എനർജി ആയിട്ടിരിക്കുന്നത്? പഠിക്കണ്ടേ, പഠിച്ച് പ്രൊഫസറൊക്കെ ആണ്ടേ, അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ സപ്ലൈ ഒക്കെ ആയിട്ട് നടന്നാൽ മതിയോ? അങ്ങനെ ഇന്നലെ രാത്രി പറഞ്ഞത് എനിക്ക് ബിസിനസ് ചെയ്യണം, ബിസിനസിനെ കുറിച്ച് പഠിക്കണം, പപ്പയുടെ കമ്പനിയാണ് എനിക്ക് ഏറ്റവും വലുതെന്നൊക്കെയാണല്ലോ. അത് ഇന്നലെ നൈറ്റ്, ഇതിപ്പോ ഇന്ന് മോർണിംഗ്. മറ്റേ ജങ്കുക്ക. ജിൻ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടേണ്. അത് ആ വഴിക്ക് വിടും, എനിക്കറിയത്ത് പോലില്ല. അറിയാത്ത ഏതോ ഒരു ചെറുക്കൻ. മനസ്സിലാവുന്നുണ്ടോ നിന്റെ മാറ്റമൊക്കെ? എങ്ങനെയാണ്? ആള് ഗ്ലാമർ ആയിരുന്നു? ഗ്ലാമർ ആയിരുന്നു, ഹാൻസം ആയിരുന്നു. ആണല്ലേ, അത് മനസ്സിലായി നിന്റെ കളിയില്. അയ്യോ എന്ന് പറഞ്ഞ് ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കൊണ്ടിരിക്കുന്ന കറക്റ്റ് സമയത്ത് മമ്മി ഫുഡായിട്ട് വരും. ഫുഡായിട്ട് വന്ന് കഴിക്കുമ്പോഴേക്കും തയങ്ക് ചാടിക്കറി. അത് പിന്നെ മമ്മി, ഞാനേ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഹോസ്റ്റലിലോ? ഇത് കേട്ട് മമ്മിയും ജിന്നും ഒരുപോലെ ഷോക്കാവും. എന്തിന്? നീ എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്? അതിന് കോളേജിലോട്ട് പോകാൻ 10 മിനിറ്റ് അല്ലേ വീട്ടിൽ നിന്നുള്ളൂ. അതിലെന്താ? എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടം. ഹോസ്റ്റലിൽ നിന്നൊന്നും നീ പഠിക്കണ്ട, ഞാൻ ഇവിടുന്ന് കാറിലാണ് കോളേജിൽ പോകുന്നു. നീ എൻ്റെ കൂടെ കാറിൽ വന്നാൽ മതി. പിന്നെ ഹോസ്റ്റൽ ഫീസ്, അത് ഇത്, ഫുഡ്, വാടക, നിന്റെ കറക്കം, അതൊക്കെ ചിലവാ. ഒന്നാതെ പപ്പ പോലും ഇല്ലാത്ത ബിസിനസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോക്കാൻ. അതുകൊണ്ട് എൻ്റെ പൊന്നുമൻ ഹോസ്റ്റലൊന്നും നിന്ന് പഠിക്കണ്ട, ഇവിടെ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. എൻ്റെ കൂടെ വന്നാൽ മതി ഡെയിലി കോളേജ്. ജിൻ പ്ലീസ് ജിൻ, എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. ആദ്യം നീ കോളേജിൽ വന്നിട്ട് ആദ്യം കോളേജ് ഹോസ്റ്റലൊക്കെ ഒന്ന് കാണും, എന്നിട്ട് നീ തീരുമാനിക്കുക ആ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണോ വേണ്ടേന്ന്. ശരി, ഹോസ്റ്റൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ നിർത്തും. അതും 20 റൂം തന്നെ വേണം എനിക്ക്. എന്താടാ അവിടാണോ നിന്റെ മറ്റേ കായിരിക്കുന്നത്? എന്ത് കായോ? ഒതുളങ്ങിയോ? എന്ത് പറയുന്നുണ്ട് അത്? ചുമ്മാ ജിൻ. അത് സ്വപ്നമാണ്. സ്വപ്നത്തിന്റെ വഴിക്ക് വിടും. ചുമ്മാ അതും പറഞ്ഞോണ്ട് കളിയൊക്കെ കൊണ്ട് വരില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ട് നിന്റെ ഇളക്കം കണ്ടിട്ട്. കഴിക്ക്, ഞാൻ കുത്തി കയറ്റി കേട്ടോ. ജിൻ, അവനെ വഴക്കുറയണ്ട. അവനെ ഹോസ്റ്റലിൽ നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ അവൻ നിൽക്കട്ടെ. എന്തായാലും ഇന്ന് പോയി രണ്ടുപേരും കൂടെ ചേർന്നിട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. മമ്മിയോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് കാറിൽ പോവാണ്. തയാങ്കിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ ചെന്നാ മതിയെന്നാ. സ്പീഡിൽ പോ. എടാ, ഇത് നല്ല സ്പീഡിലല്ലേ പോകുന്നത്, അത് നല്ല എന്തുമാത്രം ട്രാഫിക്കാ. ഇതിനിടയ്ക്ക് എങ്ങനെ ഞാൻ സ്പീഡിൽ പോകാനോ? ഒന്ന് സ്പീഡിൽ പോജിന്നെ, കോളേജിൽ ചെല്ലണ്ടേ. സാറുമാരൊക്കെ പോയാലോ? സാറുമാരൊക്കെ എവിടെ പോകാൻ? കോളേജ് പോലും തുറന്നു കാണത്തില്ല, അത്രയും നേരത്തെ വന്നിരിക്കുന്നത്. അഡ്മിഷനൊക്കെ അല്ലേ, നേരത്തെ തുറക്കുമ്പോ നമുക്ക് സ്പീഡിൽ പോവാം. നമുക്ക് ആദ്യം ചെന്ന് ആദ്യം അഡ്മിഷൻ എടുക്കാം. നിനക്കിത് എന്ത് പറ്റിയടാ?
വാ ജിൻ എന്ന് പറഞ്ഞിട്ട് ജിന്നിനെ ഒരുമാതിരി വിളിച്ചിട്ട് കോളേജിൽ കൊണ്ടുവരും. കോളേജിന്റെ ഗേറ്റിലോട്ട് അങ്ങോട്ട് കാറ് കയറിയതും നിർത്ത് എന്താടാ നിർത്ത് ജിൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ തയാങ്ക് ഡോർ തുറന്ന് ചാടി എഴുന്നിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ഏതൊക്കെ ബസ് വരുന്നുണ്ട്, ഏതെങ്കിലും ബസ് ജെക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വരുന്നേം പോകുന്നേം ബസ്സിലെല്ലാം എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനാണ് കാറിൽ നിന്ന് ചാടി ഇറങ്ങി ബസ് സ്റ്റോപ്പിലോട്ട് നോക്കി നിൽക്കുന്ന കണ്ടിട്ട് ജിന്നിന് ഡൗട്ടായിട്ട് ജിന്നും കാറിൽ നിന്ന് ഇറങ്ങി വരും. ഏയ് തയാങ്ക്, കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തിനാ ചാടി ഇറങ്ങി ബസ്സിലോട്ട് നോക്കുന്നത്? നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒന്ന് ചേരാൻ വരുന്നുണ്ടോ? ആ എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ആര്? അത് സർപ്രൈസ്, വരട്ടെ അപ്പൊ കാണാലോ. ഓ, നിന്റെ ഫ്രണ്ട്സിൽ ആരെനിക്ക് സർപ്രൈസ് തരാനാ? വരട്ടെ ജിനു എന്ന് പറഞ്ഞിട്ട് വരുന്നേം പോകുന്ന എല്ലാം ബസ്സിൽ നോക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോളേജ് ചേരാൻ വരുന്ന ഫസ്റ്റ് ഡേ ബസ്സിൽ വരുമ്പോഴല്ലേ ജെക്കെ വീനെ കാണുന്ന. ആ ഓർമ്മയ്ക്ക് തപ്പിടക്കും. കുറെ നേരമായി, ഒരു അരമണിക്കൂറോളം ആയപ്പോഴേക്കും ജിന്നിന് ദേഷ്യം വിട്ടു. തയാക്ക്, നീ വരുന്നുണ്ടോ ചേരാൻ? കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, സെക്യൂരിറ്റി അങ്ങനെ കണ്ടാണ്ടല്ലോ. വന്നേ. അത് പിന്നെ നീ ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? അയാൾ കോളേജിലോട്ടല്ലേ വരുന്നത്, അയാൾ വന്നോളൂ, നീ വാ എന്ന് പറഞ്ഞിട്ട് തേങ്ങനെ കൈ പിടിച്ച് ജിന്ന് ഭയങ്കര ദേഷ്യത്തിൽ വിളിച്ച് കാറ് കൊണ്ടിരുത്തി നേരെ അങ്ങ് അകത്തോട്ടങ്ങ് പോയി കാർ പാർക്ക് ചെയ്യുന്നിടത്തോട്ട് തിരിച്ചു വരും. രണ്ടുപേരും കൂടെ നേരെ ഓഫീസിലൊക്കെ ചെന്നിട്ട് അഡ്മിഷൻ എല്ലാം എടുത്ത് തിരിച്ചു വരും. തയാങ്കാണെങ്കിൽ ആ കോളേജ് മൊത്തം ആരെയോ കിടന്നങ്ങ് അന്വേഷിക്കും. അവിടെ ഇവിടെ ഇവരുടെ ക്ലാസ് റൂം, ക്യാൻറ്റീൻ എല്ലാവരും മനപ്പാടമാണ്. അത് പിന്നെ ഞാൻ ക്യാൻറ്റീൻ വരെ പോയിട്ട് വരാം. പോയിട്ടോ, അതിന് നിനക്കറിയാവോ? അറിയാലോ, ഞാനിവിടെ 3 വർഷം ഓൾറെഡി പഠിച്ചല്ലേ. ഓ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തയാങ്ക് എല്ലായിടം പോയി തപ്പിയിട്ട് വന്ന് ഭയങ്കര സാഡായിട്ട് ജിന്നിന്റെ അടുത്ത് വരും. എന്ത് പറ്റി? അങ്ങോട്ട് പോയപ്പോഴത്തെ സന്തോഷം ഇങ്ങോട്ട് വരുമ്പോ കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. ഇനി ഹോസ്റ്റലിൽ അങ്ങനെ കാണുമോ? അത് പിന്നെ ജിൻ, നമുക്ക് ഹോസ്റ്റലിൽ പോയാലോ? ഹോസ്റ്റലിൽ പോണോ? ഹോസ്റ്റലിൽ കാണണം, ഇഷ്ടപ്പെട്ട എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ. ഹോസ്റ്റലിലൊക്കെ പോവാം. അതിനു മുമ്പ് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ പരിചയപ്പെട്ട് പോവാം. ശരി എന്ന് പറഞ്ഞിട്ട് തയാങ്കാണ് ഒരുമാതിരി സാഡായിട്ട് ഇങ്ങനെ നടന്നു വരുമോ. ജിന്നാണ് തയാങ്കിനെ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ദൂരെ മരത്തിന്റെ ചോട്ടി 2 പേര് തിരിഞ്ഞിരിക്കുക. വാടാ, ദേ ആ മരത്തിന്റെ ചോട്ടി ഇരിക്കുന്നില്ല, അത് എന്റെ ഫ്രണ്ട്സ്. നമുക്ക് അവന്മാരെ പരിചയപ്പെടുത്തിട്ട് അവന്മാരെ കൂടെ വിളിച്ചോണ്ട് ഹോസ്റ്റലിലോട്ട് പോവാം. ശരി. തയാങ്കിനാണ് ഭയങ്കര മൂഡ് ഓഫ്. ആ ജെക്കനെ കാണാൻ പറ്റിയില്ലല്ലോ, ഭയങ്കര സാഡായിട്ട് നടന്നു വരുമോ. വരുമ്പോഴെല്ലാം മനസ്സിൽ ഇതെല്ലാം സ്വപ്നമാണോ? സ്വപ്നത്തോടു കൂടി തന്നെ പോവുക. എനിക്ക് ജങ്കുക്കാനെ കാണാൻ പറ്റത്തില്ല, ഇനി കോളേജിൽ എവിടെയെങ്കിലും കാണുമോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് ഭയങ്കര ടെൻഷനും സാഡൊക്കെ ആയിട്ട് ഒരുമാതിരി മുഖം ഇങ്ങനെ വല്ലാത്ത രീതി വെച്ചോണ്ട് വരുവാണ്. ജിന്നാണെങ്കിൽ തയാങ്ങനെ കൈ പിടിച്ച് നടന്നു വന്നിട്ട്, ഏയ് ഷുഗ, ജെക്കെ, ഇതെന്റെ ബ്രദർ തയാങ്ക്. ഇത് കേട്ടത് ആ തിരിഞ്ഞിരുന്നവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കും. ജെക്കേനെ കണ്ടതും തയാങ്ക് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുക. ജങ്കുക്ക, മനസ്സിലാണെങ്കിൽ 1000 ലഡു പൊട്ടുന്നു. അയ്യോ, ജെക്കെ ഇതായിരുന്നു. എത്ര വട്ടം വീട്ടിൽ വന്നിട്ടുണ്ട്. താഴോട്ടൊന്നും ഇറങ്ങി വരാൻ എനിക്ക് തോന്നിയതേ ഇല്ലല്ലോ. ജിന്നിന്റെ ഫ്രണ്ടായിരുന്നു ജെക്കെ. അയ്യോ എന്ന് പറഞ്ഞിട്ട് തയാങ് ഇങ്ങനെ ഷോക്കായിട്ട് ജെക്കെനെ തന്നെ നോക്കിക്കാണ്. ഷുഗായും ജെക്കെയും തയാങ്ങിനെ കണ്ടാലും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്ത് പുറകിൽ നിന്നൊരു വിളി, ഏയ് ജിൻ. ഇത് കേട്ടതും ജിന്നും തയാങ്ങും കൂടെ ഷോക്കായിട്ട് നോക്കും. തയാങ്, ഇതെന്റെ ഫ്രണ്ട് ജങ്കുക്ക്. ജെങ്കുക്ക്, ജെക്ക, ഡബിളാ?